ഹോർമുസ് ഇനി ട്രംപ് കടലിടുക്ക്. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഹോർമുസ് കടലിടുക്കിന്റെ പേര് ട്രംപ് കടലിടുക്കെന്ന് മാറ്റിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞെന്നും ഒരു കരാർ യാഥാർത്ഥ്യമാണെങ്കിൽ ട്രംപ് കടലിടുക്ക് അവർ തുറക്കണമെന്നും US പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം ഏതാനും ആഴ്ചകൾക്കകം അവസാനിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. കരയുദ്ധം നടത്താതെ തന്നെ ലക്ഷ്യങ്ങൾ ഏകദേശം കൈവരിച്ചെന്നും റൂബിയോ പറഞ്ഞു. എന്നാൽ മറുവശത്ത് ഇറാൻ കൂടുതൽ മുറുകുകയാണ്. ചൈനയുടെ 2 എണ്ണക്കപ്പലുകൾ ഇറാൻ ഹോർമുസിൽ തടഞ്ഞു. ചൈന ഓപ്പൺ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് തടയപ്പെട്ടത്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ കടത്തിവിടുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പാലിക്കാതെ ചൈനീസ് കപ്പലുകൾ തടഞ്ഞത് ഇറാൻ നിലപാട് കടുപ്പിക്കുന്ന സൂചനയാണ് നൽകുന്നത്. ചൈനീസ് എണ്ണക്കപ്പലുകൾ ഹോർമുസിൽ തടയപ്പെട്ടതോടെ കുതിച്ചുയർന്ന അന്താരാഷ്ട്ര എണ്ണവില. ബ്രന്റ് ക്രൂഡ് വില 4.22% ഉയർന്ന് $112.6 ഇറാൻ ഊർജ്ജ കേന്ദ്രങ്ങളെ 10 ദിവസത്തേക്ക് ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ വാഗ്ദാനവും എണ്ണവില കുറയാൻ സഹായകമായിട്ടില്ല. ഉക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് എണ്ണ ഉൽപ്പാദനം കുറച്ചെന്ന റഷ്യയുടെ വെളിപ്പെടുത്തലും എണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ഗ്യാസോലിൻ കയറ്റുമതി നിർത്തിവെക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. ടെസ്ല മേധാവി ഇലോൺ മസ്ക് മോദി ട്രംപ് ചർച്ചയുടെ ഭാഗമായെന്ന മാധ്യമ റിപ്പോർട്ടുകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. മാർച്ച് 24 ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ട്രംപും മോദിയും നടത്തിയ ടെലിഫോൺ ചർച്ചയിൽ മസ്കും പങ്കാളിയായെന്ന് ഒരു US മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. രാഷ്ട്രത്തലവന്മാർ നടത്തിയ ചർച്ചയിൽ ഒരു സ്വകാര്യ വ്യവസായി ഭാഗമായെന്ന വിവരം വിവാദമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇന്ത്യ $5 മുതൽ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കുതിപ്പ് നടത്തുമ്പോൾ ദക്ഷിണേന്ത്യ അതിന് നേതൃത്വം നൽകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. കൊച്ചിയിൽ നടന്ന CII ദക്ഷിണ മേഖല വാർഷിക സമ്മേളനത്തിലാണ് വ്യവസായ പ്രമുഖർ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് CII ദക്ഷിണ മേഖലയുടെ ചെയർമാനായി ചുമതലയേറ്റ P. രവിചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയുടെ ആകെ ചരക്ക് കയറ്റുമതിയുടെ 38 മുതൽ 40% വരെ ദക്ഷിണേന്ത്യയിൽ നിന്നാണെന്ന് സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ തോമസ് ജോൺ മുത്തൂറ്റ് ചൂണ്ടിക്കാട്ടി.